തുടർച്ചയായ വിവാദങ്ങൾക്കിടയിലും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രദീപ് കുമാർ ജോഷിയെ മാറ്റാത്തതിൽ പ്രതിഷേധം ശക്തം. വലിയ അഴിച്ചുപണിയിലേക്ക് കടക്കുമ്പോഴും പ്രദീപ് കുമാർ ജോഷിയെ മാറ്റാത്തത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ ഉടൻ വ്യക്തമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുന്നു. അതിൽ എന്തായാലും കോടതിയിൽ ഇത് വിശദീകരിച്ചല്ലേ പറ്റുള്ളൂ കേന്ദ്രത്തിന്. ഉറപ്പായും അത് വേണ്ടിവരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ NTA-യുടെ ചെയർമാനെ NTA-യുടെ മേധാവിയെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന ചോദ്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി വരെ രാജി നൽകിക്കഴിഞ്ഞിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആദ്യം നീറ്റ് പരീക്ഷയിലെ പ്രശ്നമായിരുന്നു. നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവുകയും പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നത്. നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏജൻസി ചെയർമാനെ നീക്കണം എന്ന ആവശ്യവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ അഴിച്ചുപണിയിലേക്ക് NTA കടക്കുന്നുണ്ട്. പക്ഷേ ചെയർമാനെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. പ്രദീപ് കുമാർ ജോഷിക്ക് RSSുമായുള്ള ബന്ധമാണ് ഇപ്പോഴും സംരക്ഷിക്കപ്പെടാനും സംരക്ഷണ വലയം ലഭ്യമാകാനും ഇടയാക്കുന്നത് എന്ന ആക്ഷേപം കോൺഗ്രസ് പാർലമെന്റിൽ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ നെറ്റിൻ്റെ പ്രശ്നം കൂടി വരുമ്പോൾ വലിയ തോതിൽ വിമർശനം സജീവമാവുകയാണ്. നിലവിൽ വിവിധതരം പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരും NTA-യും തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ നിരവധി യോഗങ്ങൾ അവലോകനത്തിനായി ചേർന്നിരുന്നു. 600 വിഷയ വിദഗ്ധരെ ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പുതിയ ആളുകളെ, പ്രൊഫഷണലുകളെ കൊണ്ടുവന്ന് NTA കൂടുതൽ അഴിച്ചുപണിയിലേക്ക് പോകാനുള്ള നീക്കവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോഴും എന്തുകൊണ്ട് ചെയർമാൻ സംരക്ഷിക്കപ്പെടുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ശരി, NTA ചെയർമാനെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന കാര്യത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.